മത്തായി 5:4 ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിച്ചിരിക്കുന്നയാളുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ എത്ര ഭാഗ്യവാനാണ് എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ? അങ്ങനെ പറയാൻ ഒന്നുകിൽ ഒരു മാനസിക രോഗിയാകണം, അല്ലെങ്കിൽ ഈ ദുഃഖം വലിയ സന്തോഷത്തിലേക്കുള്ള വാതിലാണെന്ന് നന്നായി അറിയുന്ന ആളാകണം. ഇവിടെ ഇത് പറയുന്നത് യേശുക്രിസ്തു ആകയാൽ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുത്താമെന്ന് നിസ്സംശയം പറയാം. അതെ, നമ്മുടെ സകലരുടെയും സമ്പൂർണ്ണ ഭാവി അറിയുന്ന, അതിലുമുപരി ഭാവി തീരുമാനിക്കാൻ അധികാരമുള്ള യേശുക്രിസ്തുവാണ് പറയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. ഇവിടെ ദുഃഖമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് കേവലം ഒരു ചെറിയ സങ്കടമെന്നതല്ല, ആഴമായ മുറിവേറ്റ വേദനയോടെ ഹൃദയം തകർന്ന് കരയുന്നതിനെയാണ് വിലപിക്കുന്നവർ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ഹൃദയം തകർന്ന് കരയുന്നവർ? എപ്പോഴാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ഗ്രഹിക്കുമ്പോഴാണ് അവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുക. യേശു ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം അനുതപിച്ച് കരയുന്നതിനെയാണ്. അതായത്, ഞാൻ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് എങ്ങനെയും പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച് കരയുന്നവർ, തെറ്റുകളെ ന്യായീകരിക്കുന്നവരെ, നിസ്സാരമായി കാണുന്നവരെ, ഒളിപ്പിച്ചു വയ്ക്കുന്നവരെ ദൈവത്തിന് സഹായിക്കാനാവുകയില്ല. എന്നാൽ തെറ്റ് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് ആത്മാർത്ഥമായി അനുതപിച്ച് രക്ഷ നേടാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നവരെ തീർച്ചയായും അവിടുന്ന് ഉപേക്ഷിക്കുകയുമില്ല. 2 കൊരിന്ത്യർ 7:10 ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് എഴുതുന്നു. ബാർക്ലേ ഇങ്ങനെ എഴുതുന്നു: ഇവിടെ ഗ്രീക്ക് ഭാഷയിലെ ദുഃഖത്തിനുള്ള ഏറ്റവും ശക്തമായ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മരിക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖവും വിലാപവുമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തു എനിക്ക് പകരം മരിച്ചു എന്ന് ഗ്രഹിക്കുമ്പോൾ ഈ ദുഃഖം നമുക്കുണ്ടാകണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് എണ്ണണം. ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്കായി ഉയർത്തെഴുന്നേറ്റ യേശുവിനായി എന്ന് എണ്ണണം. എങ്കിൽ ദൈവം നൽകുന്ന സ്വർഗീയ ആശ്വാസത്താൽ നാം ഭാഗ്യവാന്മാർ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.